ഈ ബൈബിൾ സ്റ്റഡിയുടെ 6ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. പക്ഷേ പിന്നീട് അവന്റെ ഉള്ളിൽ സാത്താൻ കടന്നു. പിന്നീട് അവൻ ചെയ്തത് ദൈവാലോചന പ്രകാരമുള്ള കാര്യങ്ങളല്ല, സാത്താന്റെ ആലോചന പ്രകാരമായിരുന്നു. ഒരുപക്ഷെ വാദത്തിനു വേണ്ടി നമുക്ക് പറയുവാൻ കഴിയും, ഒരിക്കൽ ഇവൻ കർത്താവിന്റെ പിന്നാലെ പോയവനല്ലേ, ദൈവമനെ അപ്പോസ്തലനായി തെരഞ്ഞെടുത്തില്ലേ, മനുഷ്യരാരുമല്ലല്ലോ, കർത്താവായ യേശു ക്രിസ്തു തന്നെയല്ലേ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും ഒക്കെ തെരഞ്ഞെടുത്തതുപോലെ ഇവനെയും തെരഞ്ഞെടുത്തത്. മറ്റപ്പോസ്തലന്മാർ ചെയ്തതുപോലെ ഇവനും ദൈവവേല ചെയ്തവനല്ലേ, കർത്താവ് അവനെ വിശ്വസിച്ചിട്ടല്ലേ പണം അവനെ ഏൽപ്പിച്ചത്. ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇപ്പോൾ അവൻ ദൈവകൃപയിലല്ല. സൂക്ഷിച്ചുകൊള്ളുക, അബദ്ധം പറ്റരുത്. എന്തിനേറെ പറയുന്നു, ഒരിക്കൽ പൗലോസിനോടൊപ്പം സഞ്ചരിച്ച് ദൈവവേല ചെയ്ത ദേമാസ്, പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പൗലോസിനോടൊപ്പം സഭകൾക്ക് വന്ദനം പറഞ്ഞ ദേമാസ്, ആ ദേമാസ് പിൽക്കാലത്ത് കർത്താവിനെ വിട്ടുപോയി. ദുഃഖത്തോടെ പൗലോസ് പറഞ്ഞു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. സന്തോഷത്തോടെയല്ല പൗലോസ് ഇത് പറയുന്നത്. ഒരിക്കൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവൻ, കർത്താവിന് വേണ്ടി പൗലോസിനോടൊപ്പം സഞ്ചരിച്ച് വേല ചെയ്തവൻ, ദൈവാത്മാവിൽ നിറഞ്ഞ് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ അതേ ദൈവാത്മാവിൽ നിറഞ്ഞ് സഭകൾക്ക് വന്ദനം ചൊല്ലിയ ദേമാസ് ഇന്നവൻ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് അവന്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചല്ല സ്വന്തം ഇഷ്ടപ്രകാരം അവൻ തെസ്സലോനിക്കയിലേക്ക് പോയിരിക്കുകയാണ്. ആരെങ്കിലും തെസ്സലോനിക്കയിൽ പോകുന്നത് പാപമല്ല. അപ്പോസ്തലന്മാർ പലരും പോയിട്ടുണ്ട്. തെസ്സലോനിക്കയിൽ സഭ തന്നെ ഉണ്ടായിരുന്നല്ലോ. പൗലോസ് തെസ്സലോനിക്കർക്ക് വേണ്ടി 2 ലേഖനവും എഴുതിയിട്ടുണ്ട്. തെസ്സലോനിക്കയിൽ പോയത് പാപമല്ല, പക്ഷേ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് പോയതാണ് പാപമായി തീർന്നത്. ദൈവം അയച്ചിട്ട് തെസ്സലോനിക്കയിൽ പോകുന്നത് പാപമല്ല. എന്നാൽ ഈ ലോകത്തെ സ്നേഹിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അത് പാപമായി തീരുന്നു. വേണമെങ്കിൽ നമുക്കൊരു വാദത്തിന് വേണ്ടി ചോദിക്കാം, തെസ്സലോനിക്ക എന്ന് പറഞ്ഞാൽ എന്നാ നരകമാണോ, സാത്താന്റെ ഇരിപ്പിടമാണോ, തെസ്സലോനിക്കയിലേക്ക് പോകുന്നത് അത്ര വലിയ പാപമാണോ? ഇതൊന്നുമല്ല. എന്നാൽ മാനുഷിക ബുദ്ധിയിൽ മനുഷ്യന്റെ പദ്ധതി അനുസരിച്ച് ദൈവിക പദ്ധതിക്ക് വില കൽപ്പിക്കാതെ ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തെസ്സലോനിക്കയിലേക്ക് പോകുമ്പോൾ അത് പാപമായി തീരുന്നു. ദൈവമക്കൾ ഒരു മാർമിക വിഷയമായി ഇത് മനസ്സിലാക്കിക്കൊള്ളുക. പണം ഉണ്ടാകുന്നത് പാപമല്ല, പണം ഉണ്ടാക്കുന്നത് പാപമല്ല. പക്ഷെ പണം ഉണ്ടാക്കാൻ വേണ്ടി ദൈവഹിത പ്രകാരം അല്ലാതെ നീ ചെയ്യുന്ന യാത്രകൾ പാപമാണ്. പണം ലഭിക്കുന്നതാണ് അനുഗ്രഹമെന്ന് കരുതിക്കൊണ്ട് പണത്തിന്റെ പിന്നാലെ നീ പോകുന്നത് പാപമാണ്. ദ്രവ്യമുണ്ടാകുന്നത് പാപമല്ല, ദ്രവ്യാഗ്രഹമാണ് പാപം. വലിയ പണക്കാരന് ദ്രവ്യാഗ്രഹം ഇല്ലാതിരിക്കാം, പരമദരിദ്രന് ദ്രവ്യാഗ്രഹം ഉള്ള അവസ്ഥയിലുമായിരിക്കാം. ദ്രവ്യമുണ്ടോ ഇല്ലയോ എന്നതല്ല, ദൈവത്തോടുള്ള നിന്റെ മനോഭാവം എന്താണ്, അതാണ് പ്രശ്നമായി തീരുന്നത്. തെസ്സലോനിക്കയിലേക്ക് പോകുന്നത് പാപമല്ല, പക്ഷേ അത് ലോകത്തെ സ്നേഹിച്ചിട്ട് പോകുമ്പോൾ പാപമാണ്. അമേരിക്കയിലേക്ക് പോകുന്നത് പാപമല്ല, പക്ഷേ ദ്രവ്യാഗ്രഹം മൂത്താണ് നീ അമേരിക്കയിൽ പോകുന്നെങ്കിൽ അത് പാപമാണ്. ദൈവം അയച്ചിട്ട് ഈ ലോകത്തിൽ എവിടെ പോയാലും പാപമല്ല, പക്ഷേ പണത്തിന്റെ പിന്നാലെയാണ് ഈ ലോകത്തിൽ എവിടെയെങ്കിലും നീ പോകുന്നതെങ്കിൽ അത് പാപമാണ്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് തെറ്റല്ല, പക്ഷേ അധികാര കൊതി കൊണ്ടാണ് നീ അധികാരത്തിന്റെ പിന്നാലെ പോയതെങ്കിൽ, ആ അധികാരത്തിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങി നിൽക്കുന്നതെങ്കിൽ അത് പാപമാണ്. മാനുഷികമായതുകൊണ്ട് നിർദോഷമാണെന്ന് കരുതണമെന്നില്ല. ദൈവീക പദ്ധതിക്ക് വിരുദ്ധമായി നീ ചെയ്യുന്നതൊക്കെയും പാപമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. നമ്മുടെ ഈ നാട്ടിൽ തന്നെ അനേക ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാൻ കഴിയും. നമുക്കേയും ഇപ്പോൾ പോലും പാടി സന്തോഷിക്കുന്ന ചില പാട്ടുകൾ, വിശേഷിച്ചും കർത്താവായ യേശുവിനെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന ചില പാട്ടുകൾ, അതിമനോഹരമായ ആ പാട്ടുകൾ എഴുതിയ വ്യക്തിയാണ് വിദ്വാൻകുട്ടി. പക്ഷേ 1 നൂറ്റാണ്ട് മുൻപ് ദൈവത്തിനു വേണ്ടി ശോഭിച്ചു നിന്നിരുന്ന ആ വിദ്വാൻകുട്ടി പിൽക്കാലത്ത് സാത്താന്റെ പിടിയിൽ അകപ്പെടുവാനിടയായി. എന്താണ് സംഭവിച്ചത്? കർത്താവിനെ ആരാധിച്ചു, കർത്താവിന് വേണ്ടി വേല ചെയ്തു, സത്യസുവിശേഷം പ്രസംഗിച്ചു, വലിയൊരു ഉണർവിന് കാരണമായി തീർന്ന വ്യക്തിയായിരുന്നു വിദ്വാൻകുട്ടി. കർത്താവിനെ രുചിച്ചറിഞ്ഞ് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയവനായിരുന്നു വിദ്വാൻകുട്ടി. എന്നാൽ ദുരാത്മാവ് ബാധിച്ച ഒരുവൻ 6 വർഷം കൂടി കഴിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് പ്രവചിച്ചപ്പോൾ അത് സത്യമാണ് എന്ന് വിദ്വാൻകുട്ടി സ്വീകരിക്കുവാനിടയായി. അങ്ങനെ 6 വർഷം കൂടെ കഴിയുമ്പോൾ കർത്താവ് വരുമെന്നുള്ള ആ പ്രവചനം സ്വീകരിക്കുകയും ആ കള്ളപ്രവചനത്തിന്റെ പിന്നാലെ ജനത്തെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ആ വിദ്വാൻകുട്ടി എഴുതിയ പാട്ടുകൾ നാം ഇന്നും പാടുന്നു. അന്ന് ദൈവദാസനായിരുന്നപ്പോൾ എഴുതിയതാണ് ആ പാട്ടുകൾ. മനോഹരമായ പാട്ടുകളാണ്, അർത്ഥവത്തായ പാട്ടാണ്. ആൽവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് ദ പെന്തക്കോസ്ത് മിഷൻ എന്നറിയപ്പെടുന്ന സിലോൺ പെന്തക്കോസ്ത് മിഷന്റെ ആദ്യകാല നേതാക്കന്മാരിൽ ഒരുവനായിരുന്നു. ദൈവത്തിന് വേണ്ടി ഏറെ പ്രയോജനപ്പെട്ടവനായിരുന്നു.
എന്നാൽ പിൽക്കാലത്തെ ഗുരുതരമായ പാപങ്ങളിൽ വീണ് നശിച്ചു പോകുവാനിടയായി അനേകരെ സ്നാനപ്പെടുത്തിയ ആ വ്യക്തി നിത്യനാശത്തിലേക്ക് പോയി. അദ്ദേഹം സ്നാനപ്പെടുത്തിയവരിൽ കുറെ പേരെങ്കിലും നിത്യതയിൽ കർത്താവിനോടുകൂടി ഉണ്ടായിരിക്കും. തിരുവല്ലായ്ക്ക് സമീപം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആദ്യകാലത്തെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട വ്യക്തിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ പിൽക്കാലത്ത് ദൈവത്തോട് വളരെ അടുത്തവനാണ് താനെ എന്ന് കരുതിക്കൊണ്ട് ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവാലോചന എന്ന് പറഞ്ഞുകൊണ്ട്, തനിക്ക് തോന്നിയതൊക്കെയും പറഞ്ഞ് അനേകരെ വഞ്ചിച്ച് നിത്യനാശത്തിലേക്ക് പോകുവാനിടയായി. ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന സഭ ഉണ്ടായത് തന്നെ ഇതുപോലുള്ള ചില കള്ളപ്രവചനങ്ങൾ കാരണമാണ്. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായത് തന്നെ ഇതുപോലുള്ള ചില കള്ളപ്രവചനങ്ങളാണ്. ഒരിക്കൽ കർത്താവിന് വേണ്ടി വലിയ വേല ചെയ്ത വില്യം ബെർനാം എന്നയാൾ തന്നെ സാത്താന്റെ പിടിയിൽ അകപ്പെട്ട്, ദുരാത്മാവിന്റെ പിടിയിൽ അകപ്പെട്ട് ദുരുപദേശങ്ങൾ പ്രചരിപ്പിച്ച് നശിച്ചു പോകുവാനിടയായി. അങ്ങനെ നമ്മുടെ നാട്ടിലും വിദേശത്തുമായി പണ്ടുകാലത്തും ഈ കാലത്തുമായി അനേകർ ഇതുപോലെ ദൈവത്തെ വിട്ടുപോകുവാൻ, അനേകരെ നാശത്തിലേക്ക് നയിക്കുവാൻ ഇടയായിട്ടുണ്ട്. എന്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ പൊരുൾ? ദൈവമക്കളെ, ദൈവത്തിൽ നിന്നൊരിക്കൽ വെളിപ്പാട് പ്രാപിച്ചു എന്ന കാരണത്താൽ ഒരു വ്യക്തി പറയുന്നതെല്ലാം ദൈവവചനമായി നമ്മൾ ആരും എടുക്കരുത്. അവൻ ദൈവിക വെളിപ്പാട് പ്രാപിച്ചു എന്നത് ശരി തന്നെയായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ പറയുന്നത് ദൈവിക വെളിപ്പാടായിരിക്കണമെന്നില്ല. ഒരു കാര്യം ദൈവാലോചനയാണോ അല്ലയോ എന്നറിയുവാൻ, ദൈവവചനത്തിന് യോജിക്കുന്നതാണോ, ദൈവവചനത്തിന് അനുസൃതമായതാണോ എന്ന് പരിശോധിക്കുവാൻ എന്ത് ചെയ്യണമെന്നേ മുൻപൊരു പ്രസംഗത്തിൽ ഞാൻ പറയുകയുണ്ടായി. അത് തന്നെ വീണ്ടും ആവർത്തിക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഒരു ആലോചന കേൾക്കുമ്പോൾ, ഒരു നവീന ഉപദേശം കേൾക്കുമ്പോൾ 3 ചോദ്യങ്ങൾ ചോദിച്ചു കൊള്ളുക. ഈ ബൈബിൾ സ്റ്റഡിയുടെ 6ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.